ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾ കൺസെപ്റ്റിൻ്റെ വ്യത്യസ്ത ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഒക്കെ നമ്പർ ഓഫ് മോൾസ് തമ്മിലും അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിലും വോളിയംസ് തമ്മിലും അതുപോലെ മാസ് തമ്മിലൊക്കെയുള്ള റിലേഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും അതുപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്താണ് പെർസെൻറ്റേജ് കമ്പോസിഷൻ, എംപിരിക്കൽ ഫോർമുല എന്താണ്, അതുപോലെ മോളിക്കുലാർ ഫോർമുല എന്താണ്. ഒരു കോമ്പൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കമ്പോസിഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിൽ നിന്നും എംപിരിക്കൽ ഫോർമുലയും അതുപോലെ മോളിക്കുലാർ ഫോർമുലയും ഒക്കെ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ്, ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റിൻ്റെ ഒരു കോമ്പൗണ്ടിലുള്ള മാസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ആ കോമ്പൗണ്ടിലുള്ള ആ എലമെൻറ്റിൻ്റെ മാസിനെ മൊത്തം കോമ്പൗണ്ടിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 അല്ലേ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മോളാർ മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു 18.02 അല്ലേ. അതായത് വാട്ടറിൻ്റെ മോളാർ മാസ് 18.02 ഗ്രാംസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിലെ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ് നോക്കുക അല്ലേ. ഹൈഡ്രജൻ്റെ ആറ്റംസ് 2 ആറ്റംസ് ആണുള്ളത്. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.008 ഗ്രാം ആണ് 1 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2 × 1.008 ഗ്രാംസ് ആണ്. അതിനെ നമ്മൾ വാട്ടറിൻ്റെ മൊത്തം മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. 18.02 അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ്, വാട്ടറിലുള്ള ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് ലഭിക്കുന്നു. ആൻസർ ആയിട്ട് നമുക്ക് 11.18 കിട്ടുന്നു അല്ലേ. അതുപോലെ ഓക്സിജൻ്റെ മാസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. H2Oയിലുള്ള ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ഓക്സിജൻ ആറ്റം ആണുള്ളത് അല്ലേ. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 1 × 16 ഡിവൈഡഡ് ബൈ 18.02 × 100 ചെയ്താൽ നമുക്ക് ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എലമെൻറ്റിൻ്റെ മാസിനെ ടോട്ടൽ മാസ് ഓഫ് ദി കോമ്പൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഒരു മാസിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ഒരു കോമ്പൗണ്ടിലുള്ള മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ? ആൻ എംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് present in a compound, whereas the molecular formula shows the exact number of different types of atoms present in a molecule of a compound. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള എക്സാക്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്, ഓരോ എലമെൻറ്റിൻ്റെയും എക്സാക്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കാണിക്കുന്ന ഫോർമുലയാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മോളിക്യൂളിലുള്ള വ്യത്യസ്ത എലമെൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ നമ്പർ എത്രയാണെന്ന് കാണിക്കുന്ന, ആറ്റംസിൻ്റെ എക്സാക്റ്റ് നമ്പർ എത്രയാണെന്ന് കാണിക്കുന്ന ഫോർമുലയാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുക. എന്നാൽ എംപിരിക്കൽ ഫോർമുലയിൽ നമ്മൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ് ആണ് കാണിക്കുക, എക്സാക്റ്റ് നമ്പർ കാണിക്കില്ല. ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റംസിൻ്റെ ഹോൾ നമ്പർ റേഷ്യോ മാത്രമാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുലയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ എക്സാക്റ്റ് നമ്പർ എത്രയാണെന്നുള്ളത് നമുക്ക് മോളിക്കുലാർ ഫോർമുലയിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ C2H6 എന്നുള്ളത് മോളിക്കുലാർ ഫോർമുലയാണ്. അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് CH3 എന്നുള്ളത് അല്ലേ. CH3 നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C2H6 കിട്ടും അല്ലേ. അതുപോലെ CH4ൻ്റെ മോളിക്കുലാർ ഫോർമുലയും അതുപോലെ എംപിരിക്കൽ ഫോർമുലയും CH4 തന്നെയാണ്. 1:4 ആണ് അതിലെ ആറ്റംസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ 2 കാർബൺ ആറ്റംസ് ആണുള്ളത്, അതുപോലെ
8 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്പർ കാണിക്കുമ്പോൾ നമ്മൾ C2H8 എന്ന് കാണിക്കുന്നു. എന്നാൽ ഇംപിരിക്കൽ ഫോർമുലയിൽ നമ്മൾ അതിൻ്റെ അനുപാതമാണ് കാണിക്കുന്നത്. 1:4 ആണ്. അതുകൊണ്ട് CH4 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ CH4ൻ്റെയും C2H8ൻ്റെയും C3H12ൻ്റെയും ഒക്കെ ഇംപിരിക്കൽ ഫോർമുല CH4 തന്നെ ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിലുള്ള ആറ്റംസിൻ്റെ ഹോൾ നമ്പർ റേഷ്യോ കാണിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എന്നാൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള എക്സാക്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് കാണിക്കുന്ന ഫോർമുലയെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നു. ഇഫ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് വാരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഇസ് നോൺ, ഇറ്റ്സ് ഇംപിരിക്കൽ ഫോർമുല ക്യാൻ ബി ഡിറ്റർമിൻഡ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് തന്നാൽ അതിൽ നിന്നും ഇംപിരിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ. അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഇംപിരിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യാനുള്ള സ്റ്റെപ്സ്? ഒന്നാമത്തത്, ഡിവൈഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ഇറ്റ്സ് അറ്റോമിക് മാസ് ടു ഫൈൻഡ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. നമുക്ക് തന്നിരിക്കുന്ന മാസ് പെർസെൻറ്റേജിനെ ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് കൊണ്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കാണുന്നു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജിനെ, തന്നിരിക്കുന്ന മാസ് പെർസെൻറ്റേജിനെ നമ്മൾ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിവൈഡ് ദ ക്വസ്റ്റ്യൻസ് ബൈ സ്മോളസ്റ്റ് ഓഫ് ദം ടു ഫൈൻഡ് സിംപ്ലസ്റ്റ് റേഷ്യോ. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടി അല്ലേ. ഈ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ദ ക്വസ്റ്റ്യൻസ് ബൈ സ്മോളസ്റ്റ് ഓഫ് ദം, അതിലെ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ്റ് ഏതാണോ അത് വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടെത്തുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മൾട്ടിപ്ലൈ ദ ഫിഗേഴ്സ് ബൈ സ്യൂട്ടബിൾ ഇൻറ്റിജർ ടു ഒബ്റ്റെയിൻ ഹോൾ നമ്പർ റേഷ്യോ. അതായത് ഏതെങ്കിലും ഫ്രാക്ഷൻസ് ഒക്കെ ഉള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, പോയിന്റ് ഒക്കെ ഉള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് യോജിച്ച ഒരു ഹോൾ നമ്പറുമായിട്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് കിട്ടുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റേഷ്യോ വെച്ചിട്ട് എലമെൻസിൻ്റെ സിമ്പിൾസിൻ്റെ അടിയിൽ നമുക്ക് ഈ കിട്ടിയ റേഷ്യോസ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. അപ്പോൾ 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തന്നിരിക്കുന്ന മാസ് പെർസെൻറ്റേജിനെ അറ്റോമിക് മാസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കാണുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന ഈ സംഖ്യകളിലെ ഏറ്റവും ചെറുത് കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടുന്നു അല്ലേ. ഇനി സിംപ്ലസ്റ്റ് റേഷ്യോയിൽ ഫ്രാക്ഷൻ ഉള്ള സംഖ്യകളാണെങ്കിൽ, പോയിന്റ് ഉള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് കിട്ടുന്നു. ഈ കിട്ടിയ നമ്പറിനെ അല്ലെങ്കിൽ ഈ കിട്ടിയ റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആറ്റംസിൻ്റെ അടിയിൽ ഈ കിട്ടിയ നമ്പേഴ്സ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് തന്നാൽ അതിൽ നിന്നും എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കുന്നത്. മോളിക്കുലാർ ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ എംപിരിക്കൽ ഫോർമുലയെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല വെയിറ്റ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയിറ്റ്. നമുക്കൊരു എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ ആ എംപിരിക്കൽ ഫോർമുലയിലുള്ള ആറ്റംസ് വെച്ചിട്ട് നമുക്ക് എംപിരിക്കൽ ഫോർമുല വെയിറ്റ് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കിട്ടിയ എംപിരിക്കൽ ഫോർമുല വെയിറ്റുമായിട്ട് നമ്മൾ മോളിക്കുലാർ വെയിറ്റിനെ, കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ വെയിറ്റിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് n എന്ന് പറയുന്നത് അല്ലേ. ഈ n കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇത്രയും നമ്മൾ ജസ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞതാണ്. എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ കൺസെപ്റ്റ് നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 50% ഓഫ് എലമെൻറ്റ് എക്സ് ആൻഡ് 50% ഓഫ് എലമെൻറ്റ് വൈ ഈസ്. അതായത്
10 അറ്റോമിക് മാസുള്ള എക്സ് എന്ന എലമെൻറ്റ് 50% ഉണ്ട്. 20 അറ്റോമിക് മാസുള്ള വൈ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, അതും 50% ആണുള്ളത്. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ 50% എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? മാസ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുന്നത് 50% ആണ് അല്ലേ. ഇനി അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 50/10 ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും അല്ലേ. ഇതാണ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. അതുപോലെ ബീൻ്റെത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 50/20 ചെയ്താൽ 2.5 കിട്ടും അല്ലേ. ഇനി നമ്മൾ ഈ 5നെയും 2.5നെയും ഇതിലുള്ള ചെറിയ സംഖ്യയായിട്ടുള്ള 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ 5/2.5 ചെയ്താൽ 2 കിട്ടും. 2.5/2.5 = 1. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 അല്ലേ. ഇതിനെ നമ്മൾ എംപിരിക്കൽ ഫോർമുല ആയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഓരോ ആറ്റംസിൻ്റെയും അടിയിലുള്ള സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എംപിരിക്കൽ ഫോർമുല ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ 2:1 എന്ന് കാണിക്കുന്നത് എക്സിൻ്റെ 2 ആറ്റംസും അതുപോലെ വൈൻ്റെ 1 ആറ്റംസുമാണ് ഉള്ളത് എന്നാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് x2y എന്ന് എംപിരിക്കൽ ഫോർമുല എഴുതാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് സി ആണ് അല്ലേ. ഈ രൂപത്തിൽ നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നാൽ അതിൽ നിന്നും എംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ. എംപിരിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് 80% കാർബൺ ആൻഡ് 20% ഹൈഡ്രജൻ ഈസ്. അതായത് കാർബൺ 80% ആണുള്ളത്. അപ്പോൾ കാർബണിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 18/12 അല്ലേ. 12 ആണ് നമ്മുടെ കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. 18/12 ചെയ്താൽ 6.6 എന്ന് കിട്ടുന്നു അല്ലേ. 6.6. അതുപോലെ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 20/1 അല്ലേ. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് 20 എന്ന് കിട്ടുന്നു അല്ലേ. ഇനി നമ്മൾ രണ്ടിനെയും ചെറിയ സംഖ്യ ആയിട്ടുള്ള 6.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6.6/6.6 അതുപോലെ 20/6.6 അല്ലേ. 1 ഇവിടെ 20/6.6 ചെയ്താൽ ആൻസർ ആയിട്ട് 3 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ 1:3 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല ഏതാണെങ്കിൽ കാർബൺ 1 ആണ്. കാർബണിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 1ഉം അതുപോലെ ഹൈഡ്രജന് 3ഉം എഴുതിയാൽ CH3 എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ. അപ്പോൾ CH3 ആണ് ഈ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ദ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഇസ് CH2. 1 mole ഓഫ് ദിസ് കോമ്പൗണ്ട് ഹാസ് എ മാസ് ഓഫ് 42 grams. ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഈസ്. മോളിക്കുലാർ ഫോർമുലയാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അതായത് എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2 ആണ് അല്ലേ. അതുപോലെ നമുക്ക് തന്നിരിക്കുന്നത് 1 mole ഓഫ് ദിസ് കോമ്പൗണ്ട് ഹാസ് എ മാസ് 42 grams എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല വെയിറ്റ് 42 grams ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു N = മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയിറ്റ് എന്ന് അല്ലേ. മോളിക്കുലാർ വെയിറ്റ് 42 ആണ്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2 ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെത് 12 + 2 × 1 അല്ലേ 14 എന്ന് കിട്ടും അല്ലേ. 14 grams. അപ്പോൾ 42/14 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 ആണ് അല്ലേ. 3N ആയിട്ട് 3 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ CH2 എന്ന് പറയുന്ന ഈ എംപിരിക്കൽ ഫോർമുലയെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. അതായത് C3H6 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അല്ലേ. എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻട്രൻസ് എക്സാമുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് ഈസ് കാൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ
ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്ത റിയാക്റ്റൻസ് ഉണ്ടാവും അല്ലേ? ആ റിയാക്റ്റൻസിൻ്റെ കൂട്ടത്തിൽ ആരാണോ ആദ്യം കൺസ്യൂം ചെയ്തിട്ട് തീർന്നു പോകുന്നത്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ആൻഡ് ബി എന്ന് പറയുന്ന 2 റിയാക്റ്റൻസ് ആണ് ഉള്ളത്. എയും ബിയുമാണ് റിയാക്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ എനെ കൊണ്ട് റിയാക്ട് ചെയ്യാൻ ബി റിക്വയർഡ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ റിയാക്ഷൻ തുടങ്ങി ഒരു സമയത്തിൻ്റെ ശേഷം ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് തീർന്നു പോയാൽ പിന്നെ എയുടെ എമൗണ്ട് എത്ര കൂടുതലുണ്ടെങ്കിലും റിയാക്ഷൻ നടക്കില്ല. കാരണം എന്താണ്? ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഇവിടെ ഇല്ല. എയുമായിട്ട് റിയാക്ട് ചെയ്യാൻ ബി വേണം അല്ലേ? അപ്പോൾ ബി ഇല്ലാത്തത് കൊണ്ട് തന്നെ എ എത്ര എമൗണ്ടിൽ ഉണ്ടെങ്കിലും റിയാക്ഷൻ നടക്കില്ല. ഇവിടെ ആദ്യമായിട്ട് തീർന്നു പോയത് ആരാണ്? ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആണ്. ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് തീർന്നു പോയ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യപ്പെട്ട കാരണത്താൽ അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നു. പിന്നീട് അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നാണ് പറയുന്നത്. ബി ഇല്ലാത്ത കാരണത്താലാണ് അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ആയത്, പിന്നീട് പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ ഒന്നും നടക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് അമോണിയയുടെ പ്രൊഡക്ഷൻ അല്ലേ, N2+3H2 ഗീവ്സ് 2NH3 എന്നുള്ള റിയാക്ഷൻ. N2+3H2 ഗീവ്സ് 2NH3. അതായത് നൈട്രജനും ഹൈഡ്രജനും ആഡ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇവിടെ 1 മോൾ നൈട്രജൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാകുന്നു അല്ലേ? 1 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആവശ്യമാണ്. ഇനി ഇവിടെ 3 മോൾസ് ഇല്ല, പകരം 2 മോൾസ് ഉള്ളൂ എങ്കിൽ N2 ഫുള്ളായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കില്ല അല്ലേ? ഇവിടെ റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇവിടെ ഹൈഡ്രജൻ ആയിരിക്കും. കാരണം ഇവിടെ റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുന്നത് 3 മോൾസ് ആണ്, പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് 2 മോൾസ് മാത്രമാണ്. അപ്പോൾ 2 മോൾസ് ഹൈഡ്രജൻ ഉള്ള നൈട്രജനുമായിട്ട് അവിടെയുള്ള നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തതിൻ്റെ ശേഷം റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. നൈട്രജൻ പിന്നെയും ബാക്കി ഉണ്ടാവും, പക്ഷേ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ കുറഞ്ഞതുകൊണ്ടാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഹൈഡ്രജനെ ഈ കേസിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? 50 കിലോഗ്രാം ഓഫ് നൈട്രജൻ ആൻഡ് 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആർ മിക്സ്ഡ് ടു പ്രൊഡ്യൂസ് അമോണിയ NH3. കാൽക്കുലേറ്റ് ദ അമോണിയ ഫോംഡ്. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് NH3 ഇൻ ദിസ് സിറ്റുവേഷൻ. അതായത് N2ഉം ഹൈഡ്രജനും ആഡ് ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ് അല്ലേ? അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ഇവിടെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് 1 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജൻ വേണം അല്ലേ? അങ്ങനെ 1 മോൾ നൈട്രജനും 3 മോൾസ് ഓഫ് ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ 2 മോൾസ് ഓഫ് അമോണിയ ആണ് ഉണ്ടാവുക. അത് നമ്മൾ മാസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ N2ൻ്റെ മാസ് എന്ന് പറയുന്നത് 28 ഗ്രാം ആണ് അല്ലേ? N2ൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 28 ഗ്രാം ആണ്. അതുപോലെ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 6 ഗ്രാംസ് ആണ് അല്ലേ? അങ്ങനെ 28 ഗ്രാംസും 6 ഗ്രാംസും ആഡ് ചെയ്യുകയാണെങ്കിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോളാർ മാസിന് അമോണിയയുടെ മോളാർ മാസ് എത്രയാണ്? 14+17 14+3 അല്ലേ? 17. 2 × 17 ചെയ്താൽ നമുക്ക് 34 ഗ്രാംസ് എന്ന് കിട്ടും അല്ലേ? അമോണിയയുടെ മോളാർ മാസ് 17 ആണ്, 2 മോൾസ് ഉള്ളത് കൊണ്ട് 34 ഗ്രാംസ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം 20 ഗ്രാംസ് നൈട്രജനും അതുപോലെ 6 ഗ്രാം ഹൈഡ്രജനും ആഡ് ചെയ്തിട്ട് 34 ഗ്രാംസ് അമോണിയ ഉണ്ടാകുന്നു അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? 50 കിലോഗ്രാം നൈട്രജനും അതുപോലെ 10 കിലോഗ്രാം ഹൈഡ്രജനും ആഡ് ചെയ്താൽ എത്ര കിലോഗ്രാം അമോണിയാണ് ലഭിക്കുക? ഇവിടെയുള്ള ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ കണ്ടു 28 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം ഹൈഡ്രജൻ വേണം അല്ലേ? 28 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 6 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ വേണം. അപ്പോൾ നമുക്ക് 1 ഗ്രാം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 6/28 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ആണ് വേണ്ടത് അല്ലേ? 6/28 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 0.21 ഗ്രാം ആണ് നമുക്ക് ഹൈഡ്രജൻ ആവശ്യമായിട്ടുള്ളത്.
1 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 0.21 ഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 50 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 50 × 0.21 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ വേണം അല്ലേ? അത് എത്രയാണ്? 21 × 5 ചെയ്താൽ 5 10 അല്ലേ? അപ്പോൾ 50 × 0.21 ചെയ്താൽ 10.5 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? പക്ഷെ നമ്മളെ കയ്യിലുള്ളത് 10 ഗ്രാംസ് മാത്രമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് അല്ലേ? ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. കാരണം നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറവുള്ളത് ഹൈഡ്രജൻ ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻ്റ് ഹൈഡ്രജൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അല്ലേ? അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന അമോണിയയുടെ എമൗണ്ട് ആണ് അല്ലേ? എത്ര അമോണിയ ഫോം ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിമിറ്റിംഗ് റിയേജൻ്റ് റിയാക്ഷനിൽ പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്തു പോകും അല്ലേ? ലിമിറ്റിംഗ് റിയേജൻ്റ് റിയാക്ഷനിൽ പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്തു പോകും. അപ്പോൾ 10 കിലോഗ്രാമും കൺസ്യൂം ചെയ്തു പോകും. ഇവിടെ ഇക്വേഷനിൽ നമുക്കറിയാം 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 34 ഗ്രാംസ് ഓഫ് അമോണിയയാണ് ഉണ്ടാകുന്നത് അല്ലേ? 6 ഗ്രാംസ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 34 ഗ്രാംസ് ഓഫ് അമോണിയയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം അമോണിയ ഫോം ചെയ്യും? 34 ഡിവൈഡഡ് ബൈ 6 = 5.6 ഗ്രാംസ് ഓഫ് അമോണിയ ഫോം ചെയ്യും. അപ്പോൾ നമുക്കറിയാം 10 ഗ്രാം ഹൈഡ്രജനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ 56 ഗ്രാം ഓഫ് അമോണിയ ഫോം ചെയ്യും. അതുപോലെ 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 56 കിലോഗ്രാം ഓഫ് അമോണിയ ഫോം ചെയ്യുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ തരത്തിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് കാണാം. അത് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയതിൻ്റെ ശേഷം നമ്മൾ പൂർണ്ണമായിട്ട് കൺസ്യൂം ചെയ്ത് പോകുന്ന റിയാക്റ്റൻ്റ് ഏതാണെന്ന് കാണുക. അതായിരിക്കും ലിമിറ്റിംഗ് റിയേജൻ്റ്. ലിമിറ്റിംഗ് റിയേജൻ്റ് പൂർണ്ണമായി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ A+2B gives C+3D 5 moles of A and 8 moles of B will produce. A+2B gives C+3D എന്നുള്ളതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ? ഇവിടെ 1 മോൾ A റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ Aക്ക് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ 1 മോൾ A റിയാക്ട് ചെയ്യുന്നത് 2 മോൾസ് ഓഫ് ബിയുമായിട്ടാണ് അല്ലേ? അങ്ങനെ 1 മോൾ Aയും 2 മോൾ Bയും റിയാക്ട് ചെയ്താൽ 1 മോൾ Cയും അതുപോലെ 3 മോൾസ് ഓഫ് Dയും ഉണ്ടാകും അല്ലേ? നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് 5 മോൾസ് ഓഫ് Aയും അതുപോലെ 8 മോൾസ് ഓഫ് Bയുമാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന C എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം 1 മോളുമായിട്ട് റിയാക്ട് ചെയ്യാൻ 2 മോൾസ് ഓഫ് B വേണം അല്ലേ? 1 മോൾ Aയുമായിട്ട് റിയാക്ട് ചെയ്യാൻ 2 മോൾസ് ഓഫ് B വേണം. അങ്ങനെയാണെങ്കിൽ 5 മോൾസ് ഓഫ് Aയുമായി റിയാക്ട് ചെയ്യാൻ 5 × 2 = 10 മോൾസ് ഓഫ് B വേണം. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 8 മോൾസ് ഓഫ് B മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് B ആണ് അല്ലേ? 8 മോൾസ് ഓഫ് B നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജൻ്റ് B ആണ്. ഇനി ഈ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻ്റ് പൂർണ്ണമായി കൺസ്യൂം ചെയ്തു പോകുന്നതുകൊണ്ട് 8 മോൾ B കൺസ്യൂം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അങ്ങനെ 8 മോൾ B കൺസ്യൂം ചെയ്യപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന C എത്രയായിരിക്കും? നമുക്കറിയാം 2 മോൾസ് ഓഫ് B ആണ് കൺസ്യൂം ചെയ്യപ്പെടുന്നതെങ്കിൽ 1 മോൾ ഓഫ് C ആണ് ഉണ്ടാവുക അല്ലേ? നേരെ ഹാഫ് ആണ് ഉണ്ടാവുക. അപ്പോൾ 8 മോൾ B കൺസ്യൂം ചെയ്യപ്പെടുകയാണെങ്കിൽ 4 മോൾസ് ഓഫ് C ആയിരിക്കും ഉണ്ടാവുക അല്ലേ? നേരെ ഹാഫ് ആയിരിക്കും ഉണ്ടാവുക. 8ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് 4 മോൾസ് ഓഫ് C ആയിരിക്കും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നുള്ള കൺസെപ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും.